എൻ്റെ പേര് ഷാജി മമ്പാട്, ജയൻ അവതാരനായകൻ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. അപ്പോൾ നമ്മൾ ജയൻ അവതാരനായകൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രോഗ്രാമായിട്ട് നമ്മൾ പഞ്ചപാണ്ഡവർ സിനിമയുടെ സംവിധായകൻ ശേഖർ കാവശ്ശേരിയുടെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയെക്കുറിച്ചും ചില കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സാറിനോട് നേരിട്ട് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ബഹുമാനപ്പെട്ട സാറ് ഒന്ന് പറഞ്ഞു തരണം നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. സാറ് ജയനായിട്ട് ഒന്ന് പരിചയപ്പെട്ടതും സിനിമയിലേക്ക് പഞ്ചപാണ്ഡവർ സിനിമ തുടങ്ങേണ്ട കഥകളൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു, നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ജയനെ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രസിദ്ധ ചിത്ര സംയോജകൻ ശങ്കുണ്ണി എന്ന് പറയും, ശങ്കുണ്ണിയേട്ടനാണ് ഞാൻ വിളിക്കാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഇരിക്കുന്ന കാലത്ത് ആദ്യമായി അഭിനയിച്ച ശാപമോക്ഷം എന്നൊരു ചിത്രമുണ്ട്. അതിൻ്റെ സംവിധായകൻ JC കുറ്റിക്കാട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് ഒരു APN തിയേറ്റർ ഡബ്ബിങ്ങിന് ഉണ്ടായിരുന്നു. അപ്പോൾ ശങ്കുണ്ണേട്ടൻ എന്നെയും കൂടെ അയച്ചു. കാരണം സാധാരണഗതിയിൽ അതിൻ്റെ സംവിധാനത്തിന് സഹായം ചെയ്യുന്ന ആൾക്കാരൊക്കെ നോക്കിക്കോളും, പക്ഷേ എന്നാലും ഞങ്ങളാണല്ലോ അത് ഫിസിക്കലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ശങ്കുണ്ണേട്ടൻ എന്നെയും കൂടെ അയച്ചു. അപ്പോൾ ആ സമയത്താണ് ജയനെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതിൻ്റെ കാര്യം വേറൊന്നുമല്ല, അതിലൊരു പാട്ടുണ്ട്, ജയനാണ് പാടുന്നത്. ആ പാട്ട് ആ ഒരു സീനെ ജയനുള്ളൂ. അപ്പോൾ അതിൻ്റെ പാട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് കൊണ്ടുപോയിരുന്നു ഞാൻ. കാരണം അവിടെയുള്ള ടെക്നീഷ്യനും മറ്റുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ജയനെയും വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ ജയനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പഞ്ചപാണ്ഡവർ സിനിമയിലേക്ക് വരാനുള്ളൊരു കഥ കൂടി. സിനിമയിലേക്ക് പഞ്ചപാണ്ഡവർ വരുന്നത് അത് ഒരു 4 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒരാൾ ചാപ്പക്കാട്ട് കാരണം, പിന്നെ ഒരാൾ ഗുരുവായൂർ ഗോപി എന്ന് പറഞ്ഞ അയാളുടെ കഥയായിരുന്നു. പിന്നെ ചിത്രരമേയുള്ള ഒരു നടരാജൻ, പിന്നെ ഒരു വേറൊരു ലണ്ടൻ അവിടെ ഒരു KG മോഹൻ, അങ്ങനെ 4 പേരും കൂടിയാണ് ഒരു പാഠം എടുത്തത്. അപ്പോൾ ഈ ചിത്ര നടരാജൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്തൊരു ഇതാകൊരു മനുഷ്യൻ ഒരു പടമുണ്ട്. അതിൽ ജയനുണ്ട്, പക്ഷേ വലിയ ക്യാരക്ടറൊന്നുമല്ല, ഒരു ഓട്ടോമൊബൈലിൻ്റെ ഓണറായിട്ടാണ്, അങ്ങനെ അറിയാം. അപ്പോൾ ഈ നടരാജൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ബോംബെയിൽ ഷൂട്ട് ചെയ്യാൻ വിചാരിക്കണം. അപ്പോൾ അത് ശേഖരൻകുട്ടി വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ആരെയൊക്കെ ക്യാമറ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു U രാജഗോപാൽ, വളരെ പ്രസിദ്ധി കേട്ട ആളാണ്, അങ്ങനെയാണ് ക്യാമറമാൻ. ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഞ്ചപാണ്ഡവർ എന്നുള്ള സിനിമ ചെയ്യാൻ വേണ്ടി തുടക്കം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കേരളം തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അമ്മ അവിടെയാണ്. കേരളത്തിൽ തമിഴ്നാട്ടിൽ വേറെ എവിടെ ഇല്ല അന്നത്തെ കാലത്ത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പഴയ സ്ഥലത്തേക്ക് പോരും അവിടെ ഇവിടെ ലണ്ടനിലൊക്കെ പോകാൻ തുടങ്ങിയത്. ശരി, അപ്പം ഒരു ചേഞ്ച് വേണമെന്ന് ഇവർക്കൊരു നിർബന്ധം പ്രൊഡ്യൂസേഴ്സിന്. എന്നാൽ പിന്നെ അങ്ങനെയാണ് ബോംബെ പോയി ഷൂട്ട് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്തത്. കാർ ചേസും ഉണ്ട്. അതെ, അല്ല, ഒരു കാർ ചേസും ഉണ്ട് അതിൽ. പക്ഷെ അത് ഈ ദലാൽ സീറ്റിൽ ഈ ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോമത്തിൽ കൂടെ കാർ ഓട്ടുള്ളത്. ആ കാർ ചേസ് ഉണ്ട്. പിന്നെ പടം, പക്ഷെ പടം ഇറങ്ങിയില്ലെങ്കിൽ തന്നെ പടം ശരിക്കും ഇപ്പൊ എന്താ പറയുക, ഒരു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അതിന് പടമാണ് ശരിക്കും. അത് കണ്ടല്ലോ. പക്ഷെ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹിറ്റായ ഒരു പടം, ഇറങ്ങാതെ ഹിറ്റായ പടം എന്ന് പറയാം. അത് കാണാതെ ഹിറ്റായത്. അതോടൊപ്പം തന്നെ ശേഖർ കാവശ്ശേരിയെ കാണാനായിട്ട്, സാറിനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുക. ഇവിടെ വന്നെന്ന് പറയുമ്പോൾ തന്നെ പലരും വിളിച്ചു, ശേഖർ സാർ ഇവിടെ വന്നോ, എവിടെയാണ് ഉള്ളത്, ഫോൺ നമ്പർ തരുമെന്ന് ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിലൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണേ. കാരണം സാറ് വന്നിട്ടുണ്ട്, പക്ഷെ സാറ് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, പക്ഷെ തിരിച്ച് പോകണമെന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോരണം. അപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ മിക്കവർക്കും ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, കാർ ചേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർ ചേസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു മനുഷ്യനിലെ ബോട്ട് ചേസ് ചെയ്തൊരു ജലീൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അങ്ങനെ വെച്ചിട്ടാണ് കാർ ചേസ് ചെയ്തത്. പക്ഷേ ഞാൻ ബേബി എന്നാണ് വിളിക്കാറ് ഞാൻ. പക്ഷേ ശേഖർജി ഞാൻ ചെയ്തോളാം കേട്ടോ, ഡ്യൂപ്പിൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു, ബേബി അതൊന്നും പറ്റില്ല, നടക്കില്ല. കാരണം വെച്ചാൽ ഇത് ബോംബെയാണ്, നമ്മളൊക്കെ മദ്രാസിൽ നിന്ന് വിളിക്കാറുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദ എൻറ്റയർ യൂണിറ്റ് വിൽ ഫേസ് വിത്ത് പ്രോബ്ലം. അപ്പം അത് വേണ്ട. ഞാൻ എന്നിട്ട് ഒരു മനുഷ്യൻ്റെ ജലീൽ അങ്ങേര് ബോംബെക്കാരനാണല്ലോ, അങ്ങേരെ വിളിച്ചിട്ട് ചെയ്യിച്ച്. ഞാനും കാര്യമായിരുന്നു. ജയന് തിരി ഒരു കേസ് ഉണ്ടായിരുന്നു എൻ്റെ പേരിൽ ആ കാര്യത്തിൽ. പിന്നെ ചെന്നൈയിലെ UM ഒന്ന് പടമൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് എന്നിട്ട് ഓക്കെ കേട്ടോ. അതെ അതെ അതെ
അതേമാതിരി മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട തന്നെ പുള്ളിയുടെ ആ ഒരു ഇതിന്റെ പുറത്താണ് ശരിക്കും. അതിന് പ്രശ്നമില്ല. അങ്ങനെ ഈ ബോഡി ഇത് സൂക്ഷിക്കുക, ഹെൽത്ത് സൂക്ഷിക്കുക, അത് വലിയതാണ്. പക്ഷെ ഡ്യൂപ്പിനെ മിക്കവാറും ആവശ്യപ്പെടാത്ത ഒരാളാണ്. ഇപ്പം കരിമ്പനയിലും അങ്ങനെ തന്നെയായിരുന്നു. പനകേരത്ത് സത്യത്തിൽ ജയൻ വേണ്ട ഒരു ഡ്യൂപ്പിനെ. പനയൊക്കെ നമ്മൾ കയറാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായത്. പിന്നെ പന കയറാനൊരു മടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പാലക്കാടാണ്, നമ്മുടെ നാട്ടിലില്ലാത്ത പനയൊന്നും ഇല്ല, ഞാൻ അവിടെ ഈ കയറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ കയറി കാണിച്ചു കൊടുത്തു. ആ താഴെ ഇറങ്ങി വന്നപ്പോൾ ജയൻ പറഞ്ഞു, അയ്യോ ശേഖരിച്ച് നിങ്ങൾ ഈ ഫുൾ പാൻറ്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ട് കയറിയല്ലേ, ഞാൻ ഈ ബെയർ ബോഡിയും വെച്ച് കയറിയല്ലേ, ഇവിടെയൊക്കെ നായ കടിച്ച് മതിരാവില്ല എന്നൊക്കെ പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല, അതിനെന്തൊക്കെ ഉണ്ട് സാധനങ്ങൾ, സെറ്റ് പ്രോപ്പർട്ടീസ്, കപശവും അതൊന്നും ഒക്കെ ഉണ്ട്, ബാലിക്കാരും ചങ്കരാടിച്ചേട്ടും ഒക്കെ കയറുന്നുണ്ട് രവിമേനും. അത് കണ്ടപ്പോൾ ഞാൻ തൃപ്തിയായി. പിന്നെ അത് നടന്നു. ഈ പഞ്ചാബ് സിനിമ ജയൻ കണ്ടിരുന്നു. അതിന്റെ ജയൻ റഷ് കണ്ട ഓർമ്മ എനിക്കുണ്ട്. എന്നിട്ടാണ് ഈ കാർ ചേസ് കണ്ടപ്പോൾ അയാൾക്ക് തൃപ്തിയായത്. ഫുൾ പിക്ചർ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം പുള്ളി ഇപ്പൊ ലാസ്റ്റ് മറ്റേ മൂക്കറെ കാണുമ്പോൾ, കാരണം പുള്ളി നല്ല പ്ലാനിങ് ഉണ്ട് ശരിക്കും ഒരുപാട് സിനിമകളെ കുറിച്ച്. കാരണം പുതിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള, കാരണം മൂക്കം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, കാരണം അതുവരെയുള്ള പടത്തിൽ നിന്ന് വ്യത്യസ്തമുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പഞ്ചവാണ്ടറിലും നമ്മൾ പടം കണ്ടില്ലെങ്കിലും അറിവ് വെച്ച് നോക്കുമ്പോൾ പഞ്ചവാണ്ടറിന് ഒരുപാട് വ്യത്യസ്തമുള്ള പടമുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അതല്ല, ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഒരുപാട് ആരാധകരുള്ളത് ഈ ജയന് മാത്രമേ ഉള്ളൂ എൻ്റെ അറിവില്. ഉറപ്പല്ലേ? എന്റെ ഗ്രൂപ്പിൽ തന്നെ 700 ആൾക്കാരോളം ഉണ്ട്. അതൊരു ഗ്രൂപ്പില്. അതുപോലത്തെ 3 ഗ്രൂപ്പ് ഉണ്ട് വേറെ. അതന്നെ.